ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു അടിപൊളിയായിട്ടുള്ളൊരു ഈവനിങ് സ്നാക്സ് റെസിപ്പിയാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. നല്ല ക്രിസ്പി ആയിട്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റിൽ നമ്മൾ പൊക്കാടയും അതിൻ്റെ കൂടെ തന്നെ ഒരു ചമ്മന്തിയാണ് നമ്മൾ റെഡിയാക്കുന്നത്. അതിനുവേണ്ടി പച്ചരിയാണ്. ഞാനിപ്പോൾ ഒരു കപ്പ് പച്ചരി 2 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചതാണ്. ഇപ്പം ഞാനത് കഴുകി മാറ്റിയെടുത്തിരിക്കുകയാണ്. ഇത് കണ്ടല്ലോ, ഇതുപോലെ നമുക്ക് ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നമ്മൾ വേറൊരു ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് തരി പോലെ ചെറിയൊരു തരി രീതിക്ക് നമുക്കത് അടിച്ചെടുക്കാം. ഒരുപാട് ഫൈൻ പേസ്റ്റായിട്ട് നമുക്ക് അടിക്കണ്ട. ഞാൻ കാണിച്ചു തരാം. അതുപോലെ ആ ഒരു രീതിക്കാണ് നമ്മൾ മാവ് അടിച്ചെടുക്കേണ്ടത്. ഇതിപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ ചെറിയ തരി രീതിക്കാണ് നമ്മൾ അടിക്കുന്നത്. ഒരുപാട് ഫൈൻ പേസ്റ്റായിട്ട് നമ്മൾ അടിച്ചെടുക്കണം. നമ്മൾ ചെറിയ തരി പോലെ നമ്മൾ അടിക്കുമ്പോഴാണ് നല്ലൊരു ക്രിസ്പിനെസ് കിട്ടുന്നത്. ഇപ്പോൾ 2 വലിയ സൈസിലേക്കുള്ള ഉരുളക്കിഴങ്ങാണ്. അത് ഞാൻ വേവിച്ച് വെച്ചാണ്. അത് ഉപ്പൊന്നും ഇടാതെ വേവിച്ച് വെച്ചതാണ്. എന്നിട്ട് അതും നമ്മൾ ജാറിലേക്ക് ഇട്ടതിന് ശേഷം അതും കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അത് ഫൈൻ പേസ്റ്റായിട്ട് തന്നെ അടിക്കാം, കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ അടിച്ചതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ട് നമ്മൾ ആദ്യം അരച്ചെടുത്തിട്ട് മാവുണ്ടല്ലോ, അതിലേക്കാണ് മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത്. എന്നിട്ട് ആവശ്യത്തിലേക്കുള്ള ഉള്ളി, കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിലേക്കുള്ള കറിവേപ്പില, മല്ലിയില, പച്ചമുളക്, ഇതൊക്കെ നമുക്ക് ഇഷ്ടാനുസരണം പോലെ നമുക്ക് മാറ്റി കൊടുക്കാം. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് അളവുകളൊന്നും പറയാത്തത്. നിങ്ങൾക്ക് ഇഷ്ടാനുസരണം പോലെ ഓരോ സാധനങ്ങളും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ആവശ്യത്തിലേക്കുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യുന്ന സമയത്ത്, നമ്മുടെ ഉരുളക്കിഴങ്ങ് മിക്സ് ചെയ്യുന്ന സമയത്ത് അതൊരു തിക്ക് പേസ്റ്റ് പോലെ നമുക്ക് മിക്സ് ചെയ്ത കിട്ടാത്ത പോലെയൊക്കെ നമുക്ക് തോന്നും കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്താണ് ഈ ഒരു തിക്നെസ് ഉണ്ടാവുന്നത്. ഒരു 2 മിനിറ്റ് കഴിയുന്ന സമയത്തിന് അത് നല്ല ലൂസായി കിട്ടും കേട്ടോ. അതുപോലെ നിങ്ങൾ വെള്ളം ചേർക്കേണ്ട. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ലൂസായിട്ട് വരും കേട്ടോ. അങ്ങനെ ഇതുപോലെ നമ്മൾ മാവ് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നല്ല റൗണ്ടിൽ ഇതുപോലെ കിട്ടണം കേട്ടോ. അപ്പോൾ ഈ ഒരു തിക്നെസ് ഉണ്ടാവണം. നമ്മൾ വെള്ളം ചേർക്കുന്ന സമയത്ത് ഒരുപാട് ലൂസ് ആവും. അപ്പോൾ അതുപോലെ മാവ് നമ്മൾ മാറ്റി വെച്ചതിന് ശേഷം ഇതിൻ്റെ ഒരു കോമ്പിനേഷനായിട്ട് നമ്മളൊരു ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട്. അതിന് വേണ്ടി കുറച്ച് സ്പൈസി ആയിട്ടുള്ള ചമ്മന്തി ആകുന്ന സമയത്ത് നന്നായിട്ടുണ്ടാവും കഴിക്കാൻ. ഞാനിപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് ജസ്റ്റ് 2 പച്ചമുളക് ചേർത്തുള്ളൂ. നിങ്ങൾ നല്ല എരിവുള്ള ചട്നി ആകുന്ന സമയത്താണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. 2 പച്ചമുളകിന് ശേഷം നമ്മളൊരു 2 തക്കാളി, വലിയ സൈസിലേക്കുള്ള 2 തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു 3 വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുത്തതാണ്. പിന്നെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വഴറ്റി വന്നതിന് ശേഷം പിന്നെ നമുക്ക് ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ ഇത് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇത് ജാറിലേക്ക് ഇട്ടതിന് ശേഷം വീണ്ടും ആവശ്യത്തിലേക്കുള്ള ഉപ്പും കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഫൈൻ പേസ്റ്റ് ആക്കേണ്ട, ചെറിയ തരി രീതിക്ക് നമ്മളിത് അടിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. ഇത് കണ്ടല്ലോ, ഈ ഒരു രീതിക്ക് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മുടെ എണ്ണയും ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കുന്ന സമയത്ത് നല്ലൊരു തിക്നെസ് പോലെയൊക്കെ തോന്നും. പക്ഷേ ഇത് ഇട്ട് ഉള്ളിൽ നമ്മുടെ എണ്ണയിൽ ചൂട് തട്ടുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ മുകളിൽ പൊങ്ങി വരും. കണ്ടില്ലേ, ഇതുപോലെ അത് തനിച്ച് പൊങ്ങി വരും. നമുക്ക് ഓരോന്ന് ഇട്ടതിനും കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ കേട്ടോ. അതായത് നിങ്ങൾ വലിയ പരന്ന സൈസിലേക്കുള്ള പാത്രത്തിലാണ് നമ്മൾ എണ്ണ ഒഴിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. ഞാനിപ്പോൾ ഒരു കുടുങ്ങി പോലെയാണല്ലോ ഞാൻ എടുത്തിരിക്കുന്ന പാത്രം. അത് കാരണമാണ് ഞാൻ കുറച്ച് ഗ്യാപ്പ് വിട്ട് ഇട്ട് കൊടുത്തത് കേട്ടോ. എന്താ പറഞ്ഞാൽ, ഒന്ന് ഇട്ട് കൊടുത്ത് അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഇനിയൊന്ന് ഇടുന്ന സമയത്ത് രണ്ടും കൂടെ മുട്ടിപ്പോവും. മുട്ടുന്ന സമയത്ത് അത് ഒട്ടുമല്ലോ. അപ്പോൾ ഒട്ടുമ്പോഴെന്താന്ന് പറഞ്ഞാൽ രണ്ടും കൂടെ ആകുമ്പോൾ പിന്നെ നമുക്ക് വേർതിരിക്കാൻ പറ്റാത്ത രീതിക്ക് ആ ഒരു ഷേപ്പിൽ കിട്ടില്ല കേട്ടോ. അപ്പോൾ ചിലതൊക്കെ എൻ്റെ അങ്ങനെ ആയിപ്പോയി. അതുകൊണ്ട് നിങ്ങളത് നോക്കിയിട്ട് ശ്രദ്ധിച്ച് അതുപോലെ ചെയ്താൽ മതി. പിന്നെ നമുക്ക് നമ്മുടെ ഈ ഒരു പൊക്കാട എന്ന് പറയുന്ന സമയത്ത് വൈറ്റ് കളറാണ് കേട്ടോ ഉണ്ടാവുന്നത്. നമ്മളിപ്പോൾ സാധാരണ പൊക്കാടയൊക്കെ ബ്രൗൺ കളറിലാക്കുമല്ലോ. ഇപ്പോൾ ആ ഒരു രീതിക്ക് ഇതാക്കാൻ നിൽക്കണ്ട. നമ്മൾ പച്ചരി കൊണ്ട് ചെയ്ത കാരണം ഈ ഒരു വൈറ്റിൽ തന്നെ നമുക്ക് ഉണ്ടാക്കി റെഡിയാക്കി എടുക്കാം. അതാണ് കാണുമ്പോഴൊരു ഭംഗി ഉണ്ടാകുന്നത് കേട്ടോ. ആ സമയത്ത് തന്നെ നമുക്ക് നല്ല സാധാരണ ഉണ്ടാക്കുന്ന പൊക്കാട പോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ പൊക്കാട വന്നിട്ട് നമ്മൾ എടുക്കുന്ന ആ ഒരു രീതിക്ക് നല്ല ക്രിസ്പി ആയിട്ട് ഉള്ളിലൊക്കെ നല്ല വെന്ത് വന്ന് കറക്റ്റായിട്ട് റെഡി ആവട്ടെ. അതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനെ നമ്മുടെ പൊക്കാട അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കളറിലും നമുക്ക് റെഡിയാക്കുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് ഉള്ളിലൊക്കെ നല്ലൊരു എയർ പോലെ മൊത്തത്തിൽ ഒരു നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കുന്ന സമയത്ത്. അങ്ങനെ ഇതുപോലെ ഈ ഒരു ചമ്മന്തിയും ഈ ഒരു പൊക്കാട ഉണ്ടെങ്കിൽ എത്ര വേണമെങ്കിലും കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ രണ്ടിനും നല്ലൊരു കോമ്പിനേഷനാണ് നമുക്ക് കഴിക്കുന്ന സമയത്ത്. കുറച്ച് എരിവോട് കൂടെ കഴിക്കുമ്പോഴാണ് ഈ ഒരു പക്കോട നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത് കേട്ടോ. അതായത് നമ്മുടെ ചമ്മന്തി മുക്കിയിട്ട് അങ്ങനെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് നമുക്ക് ഈ ഒരു പക്കോട ഉണ്ടാകുന്നത്. അപ്പോൾ ഇനി സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് മക്കൾക്ക് ഇതുപോലൊരു സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കുക. കൂടെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.